ജില്ലയിൽ മൺപാത്ര നിർമ്മാണം പ്രതിസന്ധിയിൽ മൺപാത്രങ്ങൾക്ക് വേണ്ടത്ര വിൽപ്പന ഇല്ലാതെ പോകുന്നതാണ് മൺപാത്ര നിർമ്മാണത്തെയും ഈ കുടിൽ വ്യവസായത്തെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മലയാളിയുടെ മാറിയ പാചകശീലത്തിൽ നിന്ന് ചട്ടിയും കലവും ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. മൺപാത്രങ്ങൾക്ക് പകരം ഇന്ന് അടുക്കളയിൽ നോൺ സ്റ്റിക് ക്രോക്കറികളുടെ ഉപയോഗം കൂടിയതോടെ പരമ്പരാഗതമായ മൺപാത്രങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങൊഴിഞ്ഞു. ആരോഗ്യപരമായി ആയുർവേദത്തിലേക്ക് മലയാളി മടങ്ങുമ്പോഴും പാചകത്തിന്റെ ആരോഗ്യം മൺപാത്രങ്ങളിലാണെന്ന കാര്യം മലയാളി വിസ്മരിക്കുകയാണ്. ജില്ലയിൽ നീലേശ്വരത്തും കാസർഗോഡും പൈക്കയിലുമാണ് മൺപാത്ര നിർമ്മാണത്തിന്റെ പ്രധാന ഇടങ്ങൾ. ഈ രണ്ടിടങ്ങളിലും പരമ്പരാഗത കുടിൽ വ്യവസായമായിരുന്നു മൺപാത്ര നിർമ്മാണം. എന്നാൽ മൺപാത്രങ്ങൾ വാങ്ങിക്കാൻ ആളില്ലാതെ വന്നതോടെ ഈ വ്യവസായം പ്രതിസന്ധിയിലായി. പല കുശവ കുടുംബങ്ങളും മൺപാത്ര നിർമ്മാണം നിർത്തി ഉപജീവനത്തിനായി മറ്റു ജോലികൾ തേടിപ്പോവുകയാണ്. കാസർഗോഡ് ജില്ലയിൽ പൈക്ക ചട്ടികൾക്ക് പേരും പെരുമയും ഏറെയാണ്. എന്നാൽ ഇന്ന് ഈ ചട്ടികൾ വാങ്ങിക്കാൻ ആളില്ലാതെ വന്നിരിക്കുകയാണ്. തുച്ഛമായ വിൽപ്പന മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. 50ഓളം കുടുംബങ്ങൾ മൺപാത്ര നിർമ്മാണം നടത്തിയ പൈക്കയിൽ ഇന്ന് 8 കുടുംബങ്ങൾ മാത്രമാണ് ഇതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. താമസിയാതെ ഇവരുടെ എണ്ണവും കുറയുമെന്ന് കുശവ കുടുംബങ്ങൾ പറയുന്നു. മുമ്പ് മൺപാത്ര നിർമ്മാണത്തിന് വായ്പകൾ ലഭ്യമായിരുന്നു. എന്നാൽ ഇന്ന് കുടിൽ വ്യവസായത്തിന് പണം നൽകാൻ ബാങ്കുകളും സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളും തയ്യാറാവുന്നില്ല. മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടവർക്ക് 5 വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന തുച്ഛമായ സർക്കാർ സഹായം കൊണ്ട് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് നിർമ്മാണ തൊഴിലാളികൾ പറയുന്നു. മൺപാത്ര നിർമ്മാണത്തിനായി കളിമണ്ണും ഇന്ന് ലഭ്യമല്ല. മാനിയിൽ നിന്ന് കളിമണ്ണ് കൊണ്ടുവന്നാണ് പൈക്ക ചട്ടി നിർമ്മിക്കുന്നത്. എന്നാൽ ഇന്ന് ഏറെ ദൂരെ പെർളയിൽ നിന്ന് കളിമണ്ണ് കൊണ്ടുവന്ന് നിർമ്മാണം നടത്തേണ്ടിയിരിക്കുന്നു. ഇത് ഭാരിച്ച ചിലവാണ്. മാറിയ ജീവിത സാഹചര്യത്തിൽ മൺപാത്ര നിർമ്മാണം കൊണ്ട് ഉപജീവനം നടത്താൻ ഈ രംഗത്തുള്ളവർക്ക് കഴിയാതെ വരുമ്പോൾ വരുംകാലം കേരളീയ പാരമ്പര്യത്തിന്റെ ഒരു കണ്ണി കൂടിയാണ് ഇല്ലാതാകാൻ പോകുന്നത്.